ഗൈസ് വെൽക്കം ടു ഡൽഹി. നമ്മൾ ഇന്നോട്ടുള്ളത് വെച്ചാൽ ഡൽഹി പിതംപുര പറഞ്ഞ കാർ മാർക്കറ്റിലാട്ടോ. ഇത് ഇവിടെ കംപ്ലീറ്റ് ഡീലർഷിപ്പ് ആട്ടോ. നിങ്ങൾക്ക് ഒരു ഏജൻറ്റുമാരും വേണ്ട. ഇവിടെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെറിയ ചെറിയ വണ്ടികൾ, സ്വിഫ്റ്റ്, ഡിസയർ, അതേപോലെ നമ്മളെ മാരുതിൻ്റെ ഒരു വണ്ടികൾ, അതായത് ഏതൊക്കെ കമ്പനികളുണ്ടോ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ വാഹനങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാൽ പ്രീമിയം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതായത് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ വന്നാണ്ട് ചെക്ക് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വണ്ടി ഇവിടുന്ന് എടുത്ത് പോവാം. ഒരുപാട് ഡീലർഷിപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയൂല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ടോക്കിയാർസായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് ഫുൾ പേപ്പർ വർക്ക് എടുത്താണ് നിങ്ങൾക്ക് തരും. അതായത് വണ്ടി A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്യും. A to Z കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ NOC വരെ നമ്മൾ ഇവിടുന്ന് റെഡിയാക്കി വാങ്ങി അയച്ചു തരും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് പാർട്ടിൻ്റെയൊക്കെ ഒന്ന് വണ്ടി പർച്ചേസ് ചെയ്തെടുക്കുക. അതായത് ഓണർമാരേക്കുന്ന ഡീലർമാരേക്കുന്നല്ല കേട്ടോ, ഓണർമാരേക്കുന്നത് വണ്ടിൻ്റെ RC ഓണർമാരെ കൈക്കുന്ന നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്ത് കൊടുക്കലാണ് നമ്മളെ പരിപാടി. അതാണ്. നിങ്ങൾക്ക് ഇനി ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാൻ കഴിയൂല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക. താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക. ഇതിൻ്റെ വാഹനവിശേഷങ്ങളൊന്നും കണ്ടുകൊടുക്കും. ഇവിടുത്തെ വാഹനങ്ങൾ എത്രങ്ങോനും അറിയാം, കാണ്ടമായ വാഹനങ്ങളാണ്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കഴിയൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരാളെ നിർബന്ധമായിട്ട് നിങ്ങൾ വിളിച്ച് വണ്ടി ചെക്ക് ചെയ്യിപ്പിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഞ്ചാബികളാണ്. ഒരു രാത്രി പകലാക്കുന്ന ടീമാണ്. ഫുൾ ഡീലർമാർ പഞ്ചാബികളാണ്. ഡീലർമാരെ കയ്യിൽ ഈ സാധനം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തട്ടും മുട്ടും ഒന്നും അറിയാൻ കഴിയില്ല നമ്മൾ സാധാരണക്കാർ നോക്കി കഴിഞ്ഞാൽ. അപ്പം അങ്ങനത്തെ പണിക്കാരുണ്ട് ഈ നാട്ടിൽ, വണ്ടി മേടിക്കുന്ന ആൾക്കാർ. വണ്ടികൾ അത്രത്തോളം കേട്ടോ, ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും വണ്ടികളല്ല ഇവിടെ ഉള്ളത്. ചെറുത് മുതൽ വലുത് വരെ 1 ലക്ഷം റുപ്യക്കും 2 ലക്ഷം റുപ്യക്കും 3 ലക്ഷം റുപ്യക്കും 4 ലക്ഷം റുപ്യക്കും ഒക്കെ കിട്ടാണ്ട്. നമ്മളിപ്പോഴും നമ്മളെ നാട്ടിലത്തെ വില കമ്പയർ ചെയ്യുക. അപ്പോൾ നാട്ടിലത്തെ വില കമ്പയർ ചെയ്യണ അനുസരിച്ച് ഇവിടെ സംഗതി വിലക്കമ്മി ഉണ്ട്. പക്ഷേ വിലക്കമ്മിനെ അനുസരിച്ച് വണ്ടികൾ നല്ലോണം നോക്കുക. തട്ടും മുട്ടും ഡൽഹിയിലൊരു കമ്മിയില്ല. ഏത് സാധാരണക്കാരൻ്റെ ഒരു ആഗ്രഹകരം കാറുമാണെന്ന്. അതുപോലത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഒരു പ്രശ്നമാണ്. അതായത് നല്ലോണം നോക്കുക, ചെക്ക് ചെയ്യുക, വണ്ടി നല്ലോണം ചെക്ക് ചെയ്യണം. ചെക്കിങ്ങിലൊരു കമ്മി നിങ്ങൾ എടുത്തരുത്. അതിന് 10,000 2,000 കൊടുക്കുക. നിങ്ങൾ മടിച്ചനെ ചെയ്യരുത്.